ഒരു മെഡിക്കൽ എത്തിക്സ് ഉള്ള മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറും ഒരു നേഴ്സോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫോ ഒരാളും നമ്മൾ മറ്റൊരാളുടെ നാശത്തിന് അല്ലെങ്കിൽ നഷ്ടത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറില്ല. ഒരാളെ മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. പിന്നെ മനുഷ്യരാണ്, തെറ്റ് ആർക്കാണെങ്കിലും പറ്റാം. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം ഞാനൊരു മരുന്ന് കൊടുക്കുമ്പോഴതിന് മുമ്പ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, പ്രശ്നം ഈ നമ്മൾ എഴുതുന്ന ഈ മരുന്ന് കൊണ്ട് ഈ അവരുടെ അസുഖം മാറ്റി കൊടുക്കണമെന്ന്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതിൽ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളൊരു ഇപ്പോൾ ഒരു കത്തി ഒരാളുടെ ശരീരത്തിൽ സർജറിക്ക് വെക്കുമ്പോൾ അത് മനസ്സിലതാണ്. കാരണം 2 ജീവനാണ്, എൻ്റെ ജീവനുമുണ്ട് പേഷ്യൻ്റെ ജീവനുണ്ട്. ഈ 2 ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഒരിക്കലും മനഃപൂർവ്വം നമ്മൾ ചെയ്യത്തില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, മീൻസ് അബദ്ധത്തിൽ നിന്നല്ല. ചിലപ്പോൾ വല്ല കോംപ്ലിക്കേഷൻ ആകും, ബ്ലഡ് ബ്ലീഡിങ് ആകാം, അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം കൊടുക്കുന്നില്ല, അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കാസർഗോഡ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കാസർഗോഡത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. സോ അതിനെക്കുറിച്ച് ഇന്ന് ഡീപ്പായി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് നൺ അതർ ദാൻ ഡോക്ടർ ഫിയാസ്. സോ വെൽക്കം ടു വൺ ഷോ. കാസർഗോഡ് വർക്ക് ചെയ്തതിന് ഒരാളെന്ന സ്ഥിതിക്ക് കാസർഗോഡ് കറണ്ട് സിനാരോ അല്ലെങ്കിൽ കറണ്ട് ഹെൽത്ത് സെക്ടറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റിയെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. കാസർഗോഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 3 വർഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2021 ഞാൻ കാസർഗോഡ് വരുന്നത്. എനിക്ക് കാസർഗോഡിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഞാനിവിടെ വന്നു 3 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, നല്ല നഴ്സുമാരുണ്ട്, നല്ല ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് മതിയായ ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. ഒരു എമർജൻസി, ഒരു പോളിട്രോമ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഒരു കാഷ്വാലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബസ് ഇടിച്ച് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വന്നു ഒരു പോളിട്രോമ ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയൊരു ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. അതാണ് ഞാൻ കണ്ട മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡിലെ ജനങ്ങൾ പണ്ടുതൊട്ടേ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് മംഗലാപുരം, 2 കണ്ണൂർ അല്ലെങ്കിൽ പരിയാരം. അപ്പം ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് തന്നെ മനസ്സിലാക്കിയത് ഫെസിലിറ്റി ഇല്ലായ്മയാണ് കാസർഗോഡിൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് തന്നെ പറയാം. ഫെസിലിറ്റി ഇല്ലായ്മയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഫെസിലിറ്റീസും ഇവിടെ കാസർഗോഡ് നിലവിലില്ല. ഇപ്പോൾ നേരത്തെ ശരീരത്തിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് വന്നേക്കുന്ന 1-2 കാർഡിയാക് സെൻറ്റേഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് കാസർഗോഡില്ല. കാസർഗോഡ് മറ്റ് ജില്ലയുടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇപ്പം കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ മലപ്പുറമൊക്കെ നോക്കുമ്പോൾ 24/7 ഏത് ഹോസ്പിറ്റലിൽ പോയി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്, ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് എനി ടൈം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ജനറൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ജനറൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പം ജനറൽ മെഡിസിൻ, അതുപോലെ തന്നെ ഓർത്തോ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് അങ്ങനത്തെ. പിന്നെ വിസിറ്റിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ കാസർഗോഡ് വരുന്നുള്ളൂ. ന്യൂറോളജിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പൈൻ സർജൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിക്കോട്ടെ, അവരൊക്കെ വിസിറ്റ് ചെയ്ത് വന്ന് പോകാമെന്നല്ലാതെ അവർക്കൊരു ഫുൾ ടൈം ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. അതിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ ഇവിടെ വരുന്നുണ്ടെന്ന് കുറച്ച് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രോജക്റ്റ് എല്ലാം ഒന്ന് ഓൺ ആയാൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഈ ഒരു ഇഷ്യൂസ് മാറുമെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇപ്പോൾ വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ കാസർഗോഡ് നിലവിൽ ഈ ഒരു കാസർഗോഡ് സിറ്റിക്കുള്ളിൽ വരാൻ പോകുന്ന പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ 24/7 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു ഹോസ്പിറ്റലുകളും അവരെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ഡോക്ടേഴ്സ് ഇവിടെ ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണോ ഇല്ലാത്തത്, ഫെസിലിറ്റി ആണോ ഇല്ലാത്തത്? ഫെസിലിറ്റിയും ഡോക്ടേഴ്സും ഇതിനെല്ലാം ഉപരി ഇവിടെ വേണ്ടൊരു സാധനം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. കാസർഗോഡ് ഇപ്പം അതായത് പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ വന്ന് താമസം ദൂരത്തു നിന്നുള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഡോക്ടേഴ്സ് വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. കാരണം അവർ വരുന്നത് ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ നോക്കുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന നല്ല സ്ഥാപനങ്ങൾ എവിടെ ഉണ്ടോ, അങ്ങനത്തെ അതിൻ്റെ ട്രാവൽ ആക്സസിബിലിറ്റി ഒക്കെ നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഡോക്ടേഴ്സ് വരുന്നത്. ഡോക്ടേഴ്സിന് വേണ്ട രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതെ, നമ്മൾ അവർക്ക് നല്ല ഫെസിലിറ്റീസ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ അവരുടെ സർവീസസ് നൽകും. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ നല്ല ബെഡ് സ്ട്രെങ്ത് ഉള്ള നല്ല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക.
ആ ഫെസിലിറ്റീസ് ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെല്ലാം എത്തിക്കോളും. സോ ഇവിടെ പറഞ്ഞെങ്കിൽ അല്ല, ഇവിടെ എല്ലാവർക്കും ഒരു പേഷ്യൻസിന് ഇത് നെസസറി ആയിട്ട് മാറിയതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. കോഴിക്കോട് ഒരു 5-6 കൊല്ലം മുമ്പേ അത്ര അഡ്വാൻസ്ഡ് ഹെൽത്ത് സെക്ടർ ആയിരിക്കും. ഇവിടെ ഇത്ര പിന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫസ്റ്റ് വന്നപ്പോൾ അതൊരു ഷോക്കായിരുന്നു. അതെ, മറ്റ് ജില്ലകളെ സംബന്ധിച്ച് നോക്കുമ്പം പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാസർഗോഡ് വളരെ ബാക്ക്വേർഡാണ്. അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ മുദ്ര കുത്തിയേക്കാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ളൊരു സ്ഥലമാണ് അത്, പിന്നോക്ക ജില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കാസർഗോഡിലെ ജനങ്ങൾ വളരെ നല്ല ആൾക്കാരാണ്. നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ ആളുകളാണെങ്കിലും ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങളൊക്കെയാണ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഒരുപാട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഇപ്പം മലബാറിൽ തന്നെ നോക്കുവാണെങ്കിൽ വയനാട് ഒഴികെ നമ്മുടെ കാസർഗോഡാണ് ഏറ്റവും വലിയ 2 ടോപ്പ് റിസോർട്ടുകൾ ഉള്ളത്. അത് വേറൊരു ജില്ലയ്ക്കും ഇല്ല. അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യവും അതനുസരിച്ച് ആരോഗ്യ മേഖലയും അനുസരിച്ച് ഡെവലപ്പ് ആവണം. പക്ഷെ അതാകാത്ത എന്താണെന്നുള്ളത് ഒരു കൂട്ടായ്മ പരിശ്രമത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നല്ലൊരു ഹോസ്പിറ്റൽ ഇവിടെ ബിൽഡാക്കി അവർക്കൊക്കെ ഡോക്ടേഴ്സിന് നല്ലൊരു അക്കോമഡേഷൻ ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്താൽ ഡോക്ടേഴ്സ് പുറമെ വേറെ റെഡി ആവുന്ന പറയുന്നത്. അതാ പറഞ്ഞത്, ഹോസ്പിറ്റൽ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിന് വേണ്ട ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ടാവണം. അത് ഒരു റിസർച്ച് തന്നെ നടത്തുന്നത്. അതായത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. കാരണം നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്ന ഡോക്ടേഴ്സൊക്കെ ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടെ ഞാൻ മനസ്സിലാക്കിയ പല ഹോസ്പിറ്റലുകളും ഒരുപാട് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളായിട്ടും പ്രൈവറ്റും ഗവൺമെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും പറയുന്നതാണ് നമ്മളെല്ലാ ഫെസിലിറ്റീസ് ഒരുക്കാൻ തയ്യാറാണ്. ബാക്കിയുള്ള കാര്യങ്ങളോട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ബിൽഡാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലേ, ഇപ്പോൾ മാംഗ്ലൂരിലെല്ലാം കുറച്ച് ഡോക്ടേഴ്സിൻ്റെ പേരിൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇന്ന ഡോക്ടറിനെ പോയി കണ്ടാൽ അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിനെ പോയി. പക്ഷെ കാസർഗോഡ് അത്രമേ ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടറിനെ ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്യാത്തത്. കാരണം അങ്ങനല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. അങ്ങനല്ല, അതായത് മംഗലാപുരത്തെ ഡോക്ടേഴ്സ് നല്ലത്, കാസർഗോഡത്തെ ഡോക്ടേഴ്സ് മോശം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ. ഒരിക്കലും അല്ല. കാസർഗോഡുള്ള ഡോക്ടർമാർ വളരെ നല്ല ഡോക്ടർമാരാണ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ള ആൾക്കാർ. പിന്നെ മംഗലാപുരത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ട് ഇവിടെ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ള വേർഡ് ഓഫ് മൗത്ത് ആയി. അതുകൊണ്ട് ആളുകൾ മംഗലാപുരത്തേക്ക് പോകുന്നു. അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കയറി അങ്ങനത്തെ ഒരു സ്റ്റൈലും ഞാൻ കുറെ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. മംഗലാപുരത്ത് വരണം കുഴപ്പമില്ലൊന്നും മംഗലാപുരം പോയിട്ടില്ല, ഒന്ന് ഷോപ്പിംഗ് മാളിലൊക്കെ ഒന്ന് കയറി കറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലും കാണിച്ചിട്ട് വരാനുള്ള രീതിയിലാണ് ആൾക്കാർ. ഡോക്ടേഴ്സ് ഒരിക്കലും അത് കാരണമല്ല, നമുക്ക് പേഷ്യൻസിന്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് എന്തും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ഡോക്ടറിനെ കാണിക്കുക അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ പോയി കുറച്ച് ക്രിട്ടിക്കലോ അല്ലെ കുറച്ച് സീരിയസ് ആയാലും ഇവിടുന്ന് തന്നെ പറയും മംഗലാപുരം പോയിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് കേട്ടിട്ട് ശീലമായി, അത് വർഷങ്ങളായിട്ട് ശീലമായിട്ട് വരുന്നത്. ഇത് കുറച്ച് സീരിയസ് ആകും, മംഗലാപുരം പോയിക്കും, മംഗലാപുരം കാണിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിക്കും. സോ അതുകൊണ്ടായിരിക്കും അവിടെ ട്രസ്റ്റബിൾ കൂടിയത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു നമ്മളിപ്പം ബൈസ്റ്റാൻഡറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്ന കണ്ടീഷനാണ്, അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒറ്റയടിക്ക് അവർ പറയുന്നത് ഇല്ല, ഞങ്ങൾ മംഗലാപുരം പൊക്കോളാം. അത് ആളുകൾക്ക് ആക്ച്വലി അതൊരു ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത പോലെയാണ്. മംഗലാപുരം പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, ഇവിടെ നിന്നാൽ രക്ഷപ്പെടുത്തില്ല എന്നുള്ളൊരു ധാരണയാണ്. ഓക്കെ, ആ ധാരണ വരാനുള്ളൊരു കാരണം ഹോസ്പിറ്റൽസ് നീ ഇങ്ങനെയൊക്കെ പ്രിഫർ ആക്കി കൊണ്ടല്ലേ നിങ്ങൾ മംഗലാപുരം പോയിക്കോ, ഇത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഹോസ്പിറ്റൽ പ്രിഫർ ആക്കുന്ന ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെസിലിറ്റി ഇല്ല. ഈ ഫെസിലിറ്റി ഒരുക്കി നമ്മൾ വന്നാൽ പോലും നമുക്ക് അത് നടത്താനുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഡോക്ടേഴ്സും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരൊക്കെ വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പം അത് എല്ലാവരും കണക്റ്റഡ് ആണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് വന്നാലേ ഉള്ളൂ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സെക്ടർ കാസർഗോഡ് വിജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും വരണം. എന്നാൽ മാത്രമേ ഹെൽത്ത് കെയർ സെക്ടർ 100% സക്സസ് ആകത്തുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ കാസർഗോഡ് അങ്ങനെ പറയണമെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷേ എല്ലാ ഹോസ്പിറ്റലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സ്ഥിരമുള്ള സ്പെഷ്യാലിറ്റീസ് മാത്രമേ ഉള്ളൂ. സൂപ്പർ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസോ ഇല്ല. അപ്പം ഒരു 24 hours ഒരു CT എടുക്കണം. അതിപ്പോൾ ഈ അടുത്ത് വന്നതാണ് 3-4 ഹോസ്പിറ്റൽ വന്നേക്കുന്നത്. MRI നിലവിൽ ഇപ്പോഴും ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് സിറ്റിക്കകത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതന്നെ, അവിടെ പോയാൽ തന്നെ 2 ദിവസമല്ലോ. കാരണം പേഷ്യൻസ് ഉണ്ട്.
ഇതിന് പുറമെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റ് മേഖലകൾക്കുള്ള ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ വാഗ്ദാനം കിട്ടിയിട്ട് വരുന്ന ഇതുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അവരാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാനാണ് പറയുക. കാരണം അവർക്ക് ഓപ്ഷനാണ് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കി നമ്മുടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, ഉക്കനടുക്ക മെഡിക്കൽ കോളേജ് സ്റ്റിൽ ഇപ്പോഴും OP മാത്രമേ ഉള്ളൂ. കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് അത്രയും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബ്ലഡ് ബാങ്ക് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ പരിധിക്കുള്ളിൽ അവർക്ക് അതിക്കുള്ളിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലാണ്. ഇവിടുത്തെ റിസോഴ്സസ് ഈ ആവശ്യകത കൂടുതലാണ്. റിസോഴ്സസ് ലിമിറ്റഡ്. അതെ അതെ, ആവശ്യകത കൂടുതലാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് ഇവിടെ ഇല്ല. പാരാമെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, മറ്റ് ഡോക്ടേഴ്സ് മാത്രമല്ല കേട്ടോ, പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഇതെല്ലാം ഒന്നും ഇവിടെ കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞത് വെച്ചാൽ ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ ഓൾറെഡി നല്ല രീതിയിൽ നമ്മൾ കുറേ വർഷമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ പ്രൊജക്ട്സ് പറയുന്നുണ്ട് ഇങ്ങനെ അനൗൺസ് ആവുക. ഇപ്പോൾ ഓക്കെ, എക്സിക്യൂട്ടായ പ്രൊജക്റ്റും ഞങ്ങൾ ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ ഇവിടെ വന്നു എന്ന് പറയുന്ന പ്രൊജക്റ്റും അവർ വരെ ഇന്ന് കുറച്ച് നല്ല ഫെസിലിറ്റി ഉണ്ടായുള്ള ആൾക്കാരാണ്. കുറച്ചൊരു ക്രിട്ടിക്കൽ വന്നാൽ അവർ വരെ റിഫർ ആക്കുന്നത് ബാംഗ്ലൂരാണ്. അല്ല, മാംഗ്ലൂർ റെഫർ ആക്കുക വെച്ചാൽ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫെസിലിറ്റി ഇല്ലാത്ത, അത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സൗകര്യം സ്ഥലം മംഗലാപുരം ആയതുകൊണ്ടാണ്, മാംഗ്ലൂർ ആയതുകൊണ്ടാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഹെൽത്ത് ഹബ്ബാണ് അവിടെ. ഇപ്പോൾ മംഗലാപുരത്തിന് ഇപ്പോൾ ഈ ബോർഡർ കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ ഹോസ്പിറ്റൽസിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ 80% രോഗികളും കാസർഗോഡ് രോഗികളാണ്. അവരെല്ലാം കൂടെ അപ്രോച്ച് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് മാത്രമല്ല, സാമ്പത്തികം നോക്കിയിട്ട് മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ. അവിടെ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറെ കണ്ട് ഞാൻ ഡോക്ടർ റെഫർ ചെയ്യുകയാണ്, ഇപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണുന്നത്, തൊട്ടപ്പുറത്ത് നെഫ്രോളജിസ്റ്റ് ഉണ്ട് അതേ ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ECGയുടെ ഒരു വേരിയേഷൻ്റെ കാർഡിയോളജിസ്റ്റിനെ കാണുന്നത് അതേ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം അവിടെ തന്നെ പറഞ്ഞു പറയും. ഇവിടെ ഒരു ഹെൽത്ത് ഹബ്ബ് തന്നെ വേണം. ഒരു ഹെൽത്ത് ഹബ്ബ് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ വന്നാൽ മാത്രം മതി. അത് ഗവൺമെൻറ് സെക്ടറിലും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലും ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ഒരു വലിയ 2 പ്രൊജക്റ്റുകൾ കാസർഗോഡ് വരുന്നുണ്ട്. അത് വരുമ്പോൾ തന്നെ ഒരു പരിധി വരെ ഇതാണ്. പക്ഷേ അപ്പോഴും സാമ്പത്തികത്തിനെയാണ് പ്രശ്നം വരുന്നത്. സാധാരണക്കാർ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാവും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കോസ്റ്റ് ഉണ്ട്. ഓപ്പറേഷൻസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ അത്രത്തോളം കോസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ പേഷ്യൻസിൽ നിന്ന് വാങ്ങുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അത് ശരിക്കും ആളുകൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ ഹോസ്പിറ്റൽ പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കി, ഇപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻസ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേം റൺ ചെയ്യാൻ അതിൻ്റെതായ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്ര ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ റീസൺ ഈ പേഷ്യൻ്റ് കറക്റ്റ് കൺവേ ചെയ്യുന്നുണ്ടോ? ഇത് കാരണം ബില്ല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമായിട്ട് അത് വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ചിലവുകളുണ്ട്. ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ചിലവുണ്ട്, ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ബില്ല് ഒരു സർവീസ് ചാർജ് ഇടുന്നത്. അല്ലാതെ എനിക്ക് മനസ്സിലായത് കാസർഗോഡൊന്നും അങ്ങനെ ഭയങ്കരമായ ചാർജ് ഇടുന്ന ഹോസ്പിറ്റൽ ഒന്നുമില്ല. ഒരു ഹോസ്പിറ്റലും അങ്ങനെ ഭയങ്കരമായ അടുത്തുള്ള സിറ്റീസിനെല്ലാം കമ്പയർ ആകുമ്പോൾ മറ്റ് സിറ്റീസ് കമ്പയർ ചെയ്യുമ്പം കാസർഗോഡ് ഹെൽത്ത് കെയർ എമൗണ്ട് വെച്ച് നോക്കിയാൽ വളരെ ചീപ്പാണ്. വളരെ ചീപ്പാണ്. കാരണം നമുക്കറിയാം, ഈ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അത് ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിനൊരു കൗൺസിലിംഗ് ചെയ്യണം. ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എന്ന സംഭവമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, ഇന്ന അസുഖത്തിന് ഇത്ര ചാർജ് വരുന്നുണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പം മംഗലാപുരത്തും കോഴിക്കോടും കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിന് തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. ഫിനാൻഷ്യൽ കൗൺസിലിംഗ്, കോസ്റ്റ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടീം തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയുന്നുണ്ട് നമ്മൾ ഇത്ര പിന്നിലേക്കാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, അത് ഇപ്പോൾ നമ്മൾ മാത്രം ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കാരണം അല്ലേ ഞാനിത് ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ
കുറെ വർഷം ഇത് ഡിസ്കസ് ചെയ്യുന്നത് ആൾക്കാർ. അതെ. പക്ഷെ ഒരു എന്ത് പറയുക, ആ ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു വരാത്തതിൻ്റെ റീസൺ ഉണ്ടാവും, തക്കതായ റീസൺ ഉണ്ടാവും ഓരോ കാര്യം വരാത്തതിന്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അത് വരാത്തതിൻ്റെ റീസണിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എടുക്കുന്നുള്ള നമ്മൾ നൈബറിങ് സിറ്റീസാണ്. അപ്പോൾ ആ ഇത് നമ്മളെ നമ്മളെ ഇവിടെ തന്നെ ആ ക്യാഷ് ഫ്ലോ നമുക്ക് തന്നെ അത് വന്നാൽ സിറ്റീനെ വൻ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. കാരണം കോവിഡ് സമയത്താണ് അതിൻ്റെ ഭയങ്കര വേസ്റ്റ് സിനാരോ അറിഞ്ഞത്. കാരണം ബോർഡർ ക്ലോസ് ചെയ്തു. അപ്പോഴാണ് ഇതിനെ കുറിച്ച് ആൾക്കാർ അവെയർ ആയത്. 24 ആളുകളാണ് അന്ന് മരണപ്പെട്ടു പോയത് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഇഷ്യൂസ് കാരണം മാത്രം. 24 കിട്ടാണ്ട് 24 വലിയ നമ്പർ, വലിയ നല്ല നമ്പർ ആയില്ല. കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡിപ്പെൻഡഡ് ആണ്. സോ എന്നിട്ടും കോവിഡ് കഴിഞ്ഞ് ഇത്ര വർഷമായി, എന്നിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈസി അല്ല അനൗൺസ് ചെയ്ത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ആക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആൾക്കാരും അതിനെ കൂടി ആസ് എ ഡോക്ടർ എന്നല്ല നിങ്ങൾക്ക് പറഞ്ഞു ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്, ഓൾറെഡി ഒന്ന് ബിൽഡ് ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ട്, റൺ ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ട്. അതിനെല്ലാം ആൾക്കാരൊന്ന് മനസ്സിലാക്കണം അല്ല. അപ്പോൾ ഈ ഇപ്പോൾ വരുന്ന ഹോസ്പിറ്റലിൽ ഈ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എല്ലാം ഉണ്ടാവും. അഫോർഡബിൾ അതായത് അഫോർഡബിൾ ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് താങ്ങാൻ കഴിയുന്ന ആളുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. തീരെ പറ്റാത്ത ആളുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും മതിയായ ഫെസിലിറ്റീസ് ഇല്ല. അത് തന്നെ ഒരു ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ കാസർഗോഡിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 50% ഇവിടുത്തെ മെഡിക്കൽ കോളേജും മറ്റ് അനുബന്ധ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയൊക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ 50% ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറും. ഇപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു അന്വേഷിച്ചാൽ മതി എന്താണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിൻ്റെ സിറ്റുവേഷൻ. IP എത്രയുണ്ട്, എത്ര IP പേഷ്യൻസ് ഉണ്ട്, അവിടെ CT, അവിടെ എക്സ്റേ, അവിടെ MRI, ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ വേണ്ടത്. ഇതൊക്കെ അത് ഒരു സർക്കാർ വരുന്നു, അടുത്ത സർക്കാർ വരുന്നു, വീണ്ടും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പോലും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലായി എനിക്ക്. പക്ഷേ ജീവൻ വെച്ചിട്ടുള്ള ഒരു ആനിമൽ കളി എന്ന് പറഞ്ഞ കളിയാണ്. നിങ്ങൾക്കിപ്പോൾ പുറമെ നിങ്ങളിപ്പോൾ കോഴിക്കോടാണ് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാസർഗോഡിനെ കുറിച്ചൊരു ഇമേജ് ഉണ്ടാവും, കാസർഗോഡ് ഹെൽത്ത് സെക്ടറിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവും. സോ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഓൾറെഡി നമ്മൾ ഇത്ര വീക്കാണെന്ന് അല്ലെങ്കിൽ ഇത്ര പിന്നോട്ടാണെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് കാസർഗോഡ് വരാൻ പ്രേരിപ്പിച്ചത്? അല്ല, ഒന്നുമില്ല. ഇപ്പോൾ കാസർഗോഡ് വരാൻ പറ്റിയൊരു എനിക്ക് കാസർഗോഡിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റാഫി എന്ന് പറഞ്ഞ മൂപ്പര്, അദ്ദേഹമാണ് ഞാൻ അവർ ത്രൂവാണ് ഞാൻ കാസർഗോഡ് എത്തുന്നത് തന്നെ. അങ്ങനെ മൂപ്പര് സുഹൃത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ പറഞ്ഞെത്തി. അപ്പം നമ്മൾ പഠിച്ചിടത്തോളം ഇവിടെ കാസർഗോഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ വന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കുറവായ സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടത്തേക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റി. നമ്മൾ കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഹോസ്പിറ്റലിലെ ഓണർക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അവർ തന്നൊരു സപ്പോർട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഫ്രീഡം നമുക്ക് കാരണം അത് കിട്ടി. കാരണം എനിക്ക് ഈ കാസർഗോഡിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ റാഫി അവരൊക്കെ ആയിട്ടുള്ള ബന്ധത്തിനാണ് നമ്മൾ പഠിച്ചെടുത്തതും. പിന്നെ നമ്മൾ ഈ നാട്ടുകാരൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻസ് ചെയ്ത് എന്താണ് ഇവിടുത്തെ പോരായ്മകൾ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അവരും ഇതേപോലെ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നല്ല കുറേ ഡോക്ടേഴ്സിന് ഇവിടെ കിട്ടാതെ പോകുന്നത്. ഇവിടെ അധികം ഹോസ്പിറ്റലിൽ റീഹാബ് സെൻറ്റർ ഉണ്ടോ? റീഹാബ് സെൻറ്റേഴ്സ് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻസ് ഉണ്ട്. സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻസ് അധികമില്ല, ബട്ട് ഈ സർജിക്കൽ റീഹാബിലിറ്റേഷൻസും അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മുടെ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് ചാരിറ്റി നടക്കുന്നൊരു സ്ഥലം കൂടാണ് കാസർഗോഡ്. ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്തല്ലേ നല്ല രീതിയിൽ. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാരിറ്റി ചെയ്തത്. പക്ഷേ ഹെൽത്ത് കെയർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ ഹെൽത്ത് കെയറിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, ഇവിടുത്തെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് യൂത്തും പിന്നെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ സഹകരിക്കുന്നുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലും സഹകരിക്കുന്നു. പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിൽ സഹകരിക്കുന്നുണ്ട് എല്ലാവരും ഇതിൽ പറഞ്ഞു. പക്ഷെ ഒരു കേസ്
ഒരു കേസ് ഒന്ന് റോങ് ആയി, ഡോക്ടറിന് ഒരു റോങ് ആയ കോൾ അല്ലെങ്കിൽ റോങ് ആയി ജഡ്ജ്മെൻറ്റ് വന്നാൽ ആ ഒന്ന് ഡോക്ടറിനെ മെൻ്റലി എത്രത്തോളം ബാധിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് അത് അത്ര അറിയില്ല, ഡോക്ടറിൻ്റെ സൈഡ് ഒരിക്കലും അറിയില്ല. ഓക്കെ പേഷ്യൻറ്റിന് എന്തെങ്കിലും വന്നു, സപ്പോസ് എന്തെങ്കിലും ആയി അവരെ കോൾ ഡിസൈഡ് ചെയ്ത ഫാക്ടർ തെറ്റ്. അപ്പോൾ ആൾക്കാർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യും, ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ആ ഡോക്ടർ ഫേസ് ചെയ്യുന്ന മെൻ്റൽ സിറ്റുവേഷൻ എന്തൊക്കെയാണ്? അതായത് ഈ ഒരിക്കലും ഒരു മെഡിക്കൽ എത്തിക്സ് ഉള്ള മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറും ഒരു നേഴ്സോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫോ ഒരാളും നമ്മൾ മറ്റൊരാളുടെ നാശത്തിന് അല്ലെങ്കിൽ നഷ്ടത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറില്ല. ഒരാളെ മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. പിന്നെ മനുഷ്യരാണ്, തെറ്റ് ആർക്കാണെങ്കിലും പറ്റാം. ഇപ്പം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം ഞാനൊരു മരുന്ന് കൊടുക്കുമ്പോഴതിന് മുമ്പ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, പ്രശ്നം ഈ നമ്മൾ എഴുതുന്ന ഈ മരുന്ന് കൊണ്ട് ഈ അവരുടെ അസുഖം മാറ്റി കൊടുക്കണമെന്ന്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതിലെല്ലാവർക്കും ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു കത്തി ഒരാളുടെ ശരീരത്തിൽ സർജറിക്ക് വെക്കുമ്പോൾ അത് മനസ്സിലതാണ്. കാരണം 2 ജീവനാണ്, എൻ്റെ ജീവനും ഉണ്ട്, പേഷ്യൻ്റെ ജീവനുണ്ട്. ഈ 2 ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഒരിക്കലും മനഃപൂർവ്വം നമ്മൾ ചെയ്യത്തില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, മീൻസ് അബദ്ധത്തിൽ നിന്നല്ല. ചിലപ്പോൾ വല്ല കോംപ്ലിക്കേഷൻ ആവും, ബ്ലഡ് ബ്ലീഡിങ് ആകാം, അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം കൊടുക്കുന്നില്ല, അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരുടെ മാനസികാവസ്ഥ വേറെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡോക്ടറെ കൈയബദ്ധ പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കാണുന്നത് ഈ ഡോക്ടർ കുറ്റക്കാരൻ. ഇപ്പുറത്തെ ഡോക്ടർ കാണുന്നത് എന്താണ്, എൻ്റെ കൈമോശം കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചതെന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. അപ്പം ഇവിടെ ഡോക്ടറുടെ അവസ്ഥകൾ ചോദിച്ച പ്രകാരമാണെങ്കിൽ ഡോക്ടർ വളരെയധികം ടോർച്ചറിങ് അനുഭവിക്കുന്നത്, ഒറ്റപ്പെട്ടു പോവാണ്. പിന്നെ ഇപ്പോൾ 1000 സർജറി ചെയ്തൊരു ഡോക്ടർ 1001ാമത്തെ സർജറി ചെയ്യുമ്പോൾ അത് ഒരു ഫെയിലിയർ ആയെന്ന് വെച്ചാൽ പിന്നെ അയാൾ പോയി. അത് എപ്പോഴും അങ്ങനെ മെഡിക്കൽ ഫീൽഡ് ഡോക്ടർ എന്നല്ല, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഇനിയിപ്പോൾ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ബ്ലഡ് എടുത്തുന്നതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായി. അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിൽ വീണാൽ മതി പേഷ്യൻറ്റിൻ്റെ, അപ്പോഴേ പ്രശ്നമായി. അതിൽ മരുന്ന് ഫാർമസിസ്റ്റ് മരുന്ന് അങ്ങനെ വരാൻ പാടില്ല, 100% വരാൻ പാടില്ല, മിസ്റ്റേക്ക് വരാൻ പാടില്ല. പക്ഷെ മനുഷ്യനാണ്, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് പറ്റിപ്പോയാൽ പോലും അവർ പിന്നെ സമൂഹത്തിന് വലിയ ഒരു പ്രൊഫഷന് അവർക്ക്. ഓക്കെ, നമ്മൾ പിന്നെ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നാൽ ഈ ഡോക്ടേഴ്സ് എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത്? ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അങ്ങനെ ട്രെയിൻഡ് ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ അടി കിട്ടാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ വളരെയധികം ക്ഷമിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് പോലും നമ്മൾ വളരെയധികം ഇപ്പോൾ ടോർച്ചറിങ് എന്നല്ല, കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോഴേ ആ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹം ഇങ്ങനെ കാണിക്കത്തുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ 1000 ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളി, 1001ാമത് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ മൊത്തം പോയി. അതാണ് നമ്മുടെ ഒരു അവസ്ഥ, നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ സമൂഹത്തിന് വേണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധരായി നിൽക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. പറഞ്ഞപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഓക്കെ, ഇങ്ങനത്തെ ഒരു സിനാരിയോ വന്നിട്ട് ഈ പേഷ്യൻ്റെ ഫാമിലി ഫേസ് ചെയ്യുന്ന അതേ ഒരു സാഡ്നെസ് ഈ ഡോക്ടർ ഫേസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു ഡൗട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഒരു ഡോക്ടറിനോട് ദേഷ്യപ്പെടുന്നേക്കാളും ഡോക്ടറിന് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്കിപ്പോൾ IMA വളരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, IMA ഒക്കെ വളരെ സപ്പോർട്ടിങ് ആണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അതിനുവേണ്ടി കൗൺസിലിംഗ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് തന്നെ ഡോക്ടേഴ്സിന് വേണ്ടി തന്നെ, ഡോക്ടേഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ സ്ട്രെസ് റിലീഫൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് യൂണിറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് IMA. അതൊക്കെ IMA വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ പറഞ്ഞാൽ ഇതാണൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഒറ്റപ്പെട്ടു, സൊസൈറ്റി ഒറ്റപ്പെടുത്തും. ഹോസ്പിറ്റലും ഡോക്ടേഴ്സിന് എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. അതെ, സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിസ്റ്റേക്ക് മനഃപൂർവ്വമുള്ള മിസ്റ്റേക്കിനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലും ഒരാളെ സപ്പോർട്ട് ചെയ്തില്ല. അതല്ല ഇത് മിസ്റ്റേക്ക്, ഇത് കമ്മ്യൂണിക്കേഷൻ. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഹിസ്റ്ററി എല്ലാം എടുക്കുന്നു, ആ ബൈസ്റ്റാൻഡറുടെ കണ്ടീഷൻസ് അപ്പോഴേ പറയണം. ഇത് കുറച്ച് ക്രിട്ടിക്കലാണ്, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, നമുക്ക് ഇത്ര സമയം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റേതാണ് നമ്മൾ ക്രിട്ടിക്കലാണ്, ICU വേണം, ICU കൺസെൻറ്റ് എടുക്കണം. ഇത് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് പേഷ്യൻ്റ് വന്ന് നേരെ ICU കൊണ്ട് കയറ്റി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡോറിൽ ലോക്ക് ചെയ്ത്
ഒന്നും പറഞ്ഞില്ല, കുറച്ചു വന്നിട്ട് പേഷ്യന്റ് മരിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, ആരാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് കണ്ടീഷൻസ് സമയാസമയത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു നല്ല ഡോക്ടറും ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ബൈസ്റ്റാൻഡേഴ്സ് ഇത് മനസ്സിലാവുകയാണ് എന്താണ് ഇഷ്യൂസ് എന്നുള്ള, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്താണ് അസുഖം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി, ഇത് സർവൈവ് ചെയ്യും അല്ലെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും എൻ്റെ വലിയൊരു ഘടകം. ഇപ്പോൾ ഡോക്ടേഴ്സിന് പൊതുവെ ഇപ്പോൾ ഒരു റീസെൻറ്റ് 5 to 6 years ഇപ്പോൾ പറയലുണ്ട് അൺവാണ്ടഡ് ഇപ്പോൾ സ്കാനിങ്ങിൽ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പൊതുധാരണ അല്ലെങ്കിൽ പൊതു ഇമേജ് വന്നിട്ടുണ്ട്, അൺവാണ്ടഡ് ആയിട്ട് ഈ സ്കാനിങ് എടുക്കാൻ പറയുന്നത്, ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. സോ അത് സത്യമാണെങ്കിൽ തന്നെ അത് ഹോസ്പിറ്റൽ പ്രഷറൈസ് ചെയ്യുന്നതാണ്. എന്താണ് ഇത് റിയാലിറ്റി? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പല സ്ഥലങ്ങളിലുള്ള ഡോക്ടേഴ്സ് എനിക്ക് സുഹൃത്തുക്കളുണ്ട്, പല ഹോസ്പിറ്റലായിട്ട് എനിക്ക് അറിയാം. നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യണം. അങ്ങനെ ഒരു മനഃപൂർവ്വം അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പുറത്തൊക്കെ ഞാൻ ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ മറ്റേ പൈസയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നു, ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. പിന്നെ സ്കാനിങ് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വയറുവേദനയായിട്ട് ഒരാൾ വന്നു. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഫെസിലിറ്റീസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ പറയും ഒരു ഗ്യാസിൻ്റെ ഗുളിക ആയിട്ട് പറയും, നിങ്ങൾ 2 ദിവസം കഴിക്കുന്നു പറയും. ഇപ്പോൾ നമുക്ക് ഫെസിലിറ്റി ഉണ്ട്, കാരണം വയറിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് സ്കാൻ ചെയ്ത് അറിയാൻ പറ്റും. ഈ സ്കാൻ ചെയ്ത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം, ഓക്കെ ഇതൊന്നെങ്കിൽ അൾസർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നോർമലാണ്, ഫുഡ് കഴിക്കാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഫർദർ ആയിട്ട് വേറെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എല്ലാവരും, ഒട്ടുമിക്ക ഡോക്ടേഴ്സും സ്കാനിങ്ങും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഡയഗ്നോസിസ്. കാരണം ഇവർ ഈ പാരമ്പര്യത്തിൽ വന്നുകൊണ്ട് മുമ്പ് ഇങ്ങനെയല്ല പറഞ്ഞത് 2 ദിവസം ഗ്യാസിന് ഗുളിക കഴിക്കാം. അപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു ട്രാൻസിഷൻ അത് പബ്ലിക് അവയർനെസ് കൊടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആളുകൾ മനസ്സിലാവണമെങ്കിൽ നല്ല രീതിയിൽ നല്ല അവയർനെസ് കൊടുക്കണം, പബ്ലിക് അവയർനെസ് കൊടുക്കണം. അതൊരു ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി അല്ല അവയർനെസ് കൊടുക്കേണ്ടത്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, അതെ ഹോസ്പിറ്റലിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ അതിന് വേണ്ട പ്ലാറ്റ്ഫോമുകൾ വരണം, ആളുകൾ വരണം. ഇപ്പം IMA കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലും വരണം. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലും CT MRIയും അതുപോലെ തന്നെ റേഡിയോ തെറാപ്പിയും, ക്യാൻസറിനുള്ള റേഡിയോ തെറാപ്പിയും, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ്റും ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം, പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ്. ഇപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല CT MRI എന്തിനാണ് എടുക്കുന്നത് അറിയില്ല. ആൾക്കാർ ഇങ്ങനെ CT MRI ഒന്നാണെന്ന് മനസ്സിലായി. അപ്പോൾ ചോദിക്കും ഒരു മുട്ട് വണ്ടി ഇടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ പരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കണം. ചില സാധനങ്ങൾ എക്സ്റേക്കകത്ത് കാണത്തില്ല, അപ്പോൾ നമ്മൾ CTക്ക് വിടും. അപ്പോൾ ആളുകൾക്ക് എന്തിനാ എക്സ്റേ എടുത്തല്ലോ പിന്നെ എന്തിനാ CT എടുക്കുന്നത് എന്നുള്ള ഇപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല. അത് അവരുടെ അറിവില്ലായ്മ വേണം. പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ബോധവൽക്കരണത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരമുള്ളൂ. അല്ലാണ്ട് പിന്നെ ഇവിടെ കുറേ ട്രഡീഷണൽ കുറേ പെട്ടെന്ന് നമ്മ തന്നെ ഒരു ഫാർമസിയിൽ പോയിട്ട് അവരോട് പറയും, ഫാർമസിസ്റ്റിനോട് ഇന്ന വേദന. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ടാബ്ലറ്റ് കഴിക്കുന്നവരോട് ഈ അടുത്ത് തന്നെ ഇപ്പം നമ്മൾ ന്യൂസിലാണ് കണ്ടിട്ടുണ്ടാവും. ഈ അടുത്തൊരു 2024 ജനുവരി സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കേരള ഗവൺമെൻറ് സർക്കുലർ തന്നെ അതിനൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല. ബേസിക്കലി ഈ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഈ B.Pharm അല്ലെങ്കിൽ D.Pharm ഒക്കെ പഠിച്ചുകൊണ്ട് അവർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു അസുഖത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് മെഡിസിൻസ് എന്താണെന്ന് അറിയാം, മരുന്നിൻ്റെ കണ്ടൻസും അറിയാം. അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫാർമസിസ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ക്വാളിഫൈഡ് ആൾക്കാർ ചെയ്യുന്നുണ്ടാവില്ല. അല്ലാത്ത ഈ ഫാർമസിസ്റ്റ് അവർക്കൊരു മെഡിസിൻസ് ആർക്കാണെങ്കിലും ഏത് സർവീസിനകത്തിരുന്നാലും കിട്ടുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ പനി, ചുമ, തലവേദന എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കും. ഇത് കൊടുക്കുന്നത് പാരസെറ്റമോളൊക്കെ എടുത്ത് കൊടുക്കും. ആന്റിബയോട്ടിക് ഒക്കെ അസുഖങ്ങൾ അറിയാണ്ട് എടുത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻ്റായി മാറുക. പിന്നെ ഏൽക്കത്തില്ല. പാരസെറ്റമോൾ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കും, വേദനയാകുമ്പോൾ നേരെ ഇയാളായിരിക്കും ഡോക്ടർ. ഈ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല, കാരണം അവർക്ക് അറിയാം അവരത് ചെയ്യാൻ പാടില്ല എന്നറിയാം. പിന്നെ കുറച്ച് ഫേസ് ചെയ്തെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മൾ 1-2 കേസ് നമുക്ക് അറിയാവുന്നുണ്ട്, ഇവിടെ നമ്മുടെ ടൗണിൽ തന്നെ ഉണ്ട്. കാരണം ഇത് വെച്ചാൽ ഇപ്പോൾ കുറേ അതിപ്പോൾ ഞാൻ പറയുന്നില്ല, കുറച്ച് ഏജ് ആൾക്കാരൊന്നും പറയുന്നില്ല, മോഡേൺ ആൾക്കാരോ അങ്ങനെ ഉണ്ട്. അതന്നെ, അത് ഇവരൊന്നും ക്വാളിഫൈഡ് അല്ല.
ഇവരവരുടെ ബിസിനസ് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കുറേ പരിപാടികളാണ്. ബിസിനസ് ഓക്കെ, പക്ഷേ പിന്നെ കുറേ വെച്ചാൽ ഡ്യൂട്ടി ഡോക്ടേഴ്സിൻ്റെ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടേഴ്സാണ് അവൈലബിൾ. സോ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഒരു സജഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓക്കെ ഈ ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ആൾക്കാർ അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നത് അത് ഡ്യൂട്ടി ഡോക്ടറല്ലേ, അത് ആ ഡോക്ടർ നമുക്ക് ഡോക്ടർ. അപ്പം അങ്ങനെയുള്ള കേസസിൽ എന്താണ് ആ ഒരു ഡോക്ടറിൻ്റെ സിനാരിയോ എന്തായിരിക്കും തോന്നുന്നത്? ഈ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലേ, അതും ക്വാളിഫൈഡ് ആണ്. അതായത് MBBS കഴിഞ്ഞ് ആർക്കും ഇവിടെ ലൈസൻസ് കിട്ടി ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവര് ഇവിടെ അതും ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ്. നല്ല രീതിയിൽ സ്പ്രെഡ് ആയ ഒരു തെറ്റിദ്ധാരണയാണ്. അതെ അത് അറിവില്ലായ്മ കൊണ്ടാണ് ആൾക്കാരും ഇതാണ്. എന്നാൽ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരും മനസ്സിലാക്കുന്ന ആൾക്കാരും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. തീരെ അറിയാൻ മേലാത്ത ആൾക്കാരാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവർ ഇതല്ല ഒന്നും അറിയത്തില്ല അവർക്ക് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. പിന്നെ എമർജൻസിയിൽ എപ്പോഴും ഒരു ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ഉണ്ടാവുക. അവർ ഫസ്റ്റ് എയ്ഡ് നോക്കും. ഫസ്റ്റ് നോക്കിയിട്ട് അവരേത് കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുവർ. ഇപ്പോൾ ജനറൽ മെഡിസിൻ ആയിരിക്കും, അല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനായിരിക്കും, അല്ലെങ്കിൽ ജനറൽ സർജറിയിലായിരിക്കും. അത് ഇവർ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്, ഇവരാണ് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇവർ ചെയ്തിട്ടാണ് വിടുക. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പം ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഇപ്പം കുറച്ച് വർഷങ്ങളായി ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് PG കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഹോസ്പിറ്റലൊക്കെ അവരുണ്ട്. കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിരിക്കും, കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിരിക്കും. MBBS കുറച്ചുകൂടെ ഒരു കുറച്ചൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവർ എക്സ്ട്രാ ഒരു 3 വർഷം PG ഒക്കെ പഠിച്ച ആൾക്കാരാണ്. ഈ നിലവിൽ നമ്മുടെ കാസർഗോഡ് അങ്ങനെ എനിക്ക് തോന്നുന്നു ആരും ഒരു ഹോസ്പിറ്റലും അങ്ങനത്തെ ഒരു MD ആയിട്ടുള്ള ആൾക്കാരില്ല. എല്ലാവരും കാസർഗോഡ് നല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം പിന്നെ നമ്മൾക്ക് ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് നമുക്ക് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഓവറോൾ നമ്മൾക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ഡയറ്റ് അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്, നമ്മളെ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ കുറച്ച് സംസാരിച്ച ഒരു ടോപ്പിക്കാണ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സിൽ ഒരു ഓക്കെ ആസ് എ ഡോക്ടർ ഈ ഡ്രഗ്സ് യൂസ് ചെയ്താൽ ഇത് ഏതെല്ലാം തരത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയും? ഓക്കെ, അതായത് ഇപ്പം ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ഈ അടുത്ത് നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അവിടെ ഒരു ദിവസം രാത്രിയിൽ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഫുള്ള് ഭയങ്കര ശബ്ദമൊക്കെ ആയിട്ട് വരുന്നു, അഗ്രസീവായിട്ടൊക്കെ വരുന്നു, ഭയങ്കര വയലൻ്റ് ആയിട്ടൊക്കെ വരുന്നു. ഒരു 24-25 വയസ്സുണ്ടാവുള്ളൂ. അതിൻ്റെ പിന്നാലെ ഇവരുടെ പേരൻസും വരുന്നുണ്ട്. പേരൻസ് ഇവരെ കൊണ്ടുവരുന്നത് ഇവൻ ഫുള്ള് വയലൻ്റ് ആണ്. അതായത് ഏതോ ഹൈ ഡോസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ബ്രെയിനിൽ കയറിയിട്ട് ആൾ അബ്നോർമലാണ്. പിന്നെ അവിടെ ഫുള്ള് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നു, ഫാദറിനെ തല്ലുന്നു, മദറിനെ തല്ലുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അതിനുശേഷം ഇവന് ആക്ച്വലി ഒന്നും പരിക്കൊന്നുമില്ല, പക്ഷെ ഇവര് പിടിച്ചോണ്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവൻ ഇറങ്ങി ഓടി. കുറച്ച് കഴിയുമ്പോൾ രാത്രി വീണ്ടും ഈ പേരൻസ് തന്നെ വരുന്നു, ഈ ഫാദറും അവൻ്റെ സിസ്റ്ററും മദറും കൂടെ വരുന്നു. വീട്ടിലുള്ള ഗ്ലാസ്സും എല്ലാം അടിച്ച് പൊട്ടിച്ചു, ഫുള്ള് പ്രശ്നമായി. എന്നിട്ട് ഇവരെ ഉപദ്രവിക്കുക. മകൻ പാരൻസിനെ ഉപദ്രവിച്ച് ഇവിടെ ചെവിയൊക്കെ മുറിഞ്ഞിട്ട് വന്നേക്കുവാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി അവൻ്റെ ജീവിതം കഴിഞ്ഞു എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇതിന് മുമ്പത്തെ ഗസ്റ്റ് ഖാദർ കൽപ്പടിയാണ് നമുക്കുണ്ടായത്. ഇപ്പോൾ ഖാദർ പറഞ്ഞ് ആണുങ്ങളെ അതേ ലെവലിൽ ഇപ്പം ഗേൾസും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കേസ് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ലേഡീസിന് അങ്ങനെ ഡ്രഗ്സിന് അങ്ങനെ അധികം കേസുകൾ ഇതുവരെ നമുക്ക് കാസർഗോഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏജ് പറയുകയാണെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ടീനേജ് തന്നെ കൂടുതലും വന്നേക്കുന്നത്. പിന്നെ ഒരു 30 വരെയുള്ള ഏജൊക്കെ വന്നിട്ടുള്ളൂ. കൂടുതലും ഒരു ടീനേജേഴ്സ് ആണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഭയങ്കര വിഷമമുള്ളത്. പക്ഷേ ഈ ടീനേജിൽ ഒക്കെ ഇത് യൂസ് ചെയ്ത് പക്ഷേ നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഏജ് അല്ല. ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വെച്ചാൽ ഇവർക്ക് ഡി അഡിക്ഷൻ ആണ് വേണ്ടത്. കൗൺസിലിംഗ് ആൻഡ് ഡി അഡിക്ഷൻ ആണ്. ഇവിടെ അതിനുണ്ട് ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടോ? നല്ലൊരു സെന്റർ എന്ന് പറയാനുള്ളത് കാസർഗോഡ് ഇല്ല. പക്ഷെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ നല്ല സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവർക്ക് ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി അല്ല വേണ്ടത്. സോ ഈ നമ്മൾക്ക് കുറേ ആൾ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു തമാശയ്ക്ക് പറയുന്നതാണ് ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ആയിക്കോളെ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ഉറങ്ങാണ്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര സംസാരിക്കും. ഇതൊക്കെ സത്യമാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും ആൾക്കാരുടെ ഒരു നേച്ചർ, ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെ ഈ ഉറങ്ങാത്ത ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് ഉണ്ട്. കുറച്ച് ഭയങ്കര അഗ്രസീവായിട്ട് ഇതാണ്, ചില ആൾക്കാർ വയലന്റ് ആവും, ചില ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ചിരിച്ചോണ്ട് ചിലർ സംസാരിച്ചു, ചില ആൾക്കാരെ കണ്ണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് ഇപ്പോൾ 3 years ആയി പറഞ്ഞോടെ വർക്ക് ചെയ്ത്. അപ്പോൾ ഓരോ ഇയർ കഴിയുമ്പോൾ ഇതിന്റെ യൂസേജസ് കൂടുന്നുണ്ടോ? അതെ, അല്ലെങ്കിൽ കേസസ് അധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കൂടുതലുണ്ട്. ഒരുപാട് കേസസ് ഉണ്ട്. നമ്മൾ തന്നെ എത്രയോ കേസസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിൽ നേരെ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യും. ഹോസ്പിറ്റൽ അത് ഡോക്ടർ പോലീസുകാർ വരുന്നുണ്ട്, നമ്മൾ ഭയങ്കര സപ്പോർട്ടിങ് ആണ്, വന്ന് സഹകരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു പരിധിയുണ്ട്, കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങളെ പോലെ നിങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും പാരന്റ്സിനെല്ലാം തല്ലി. തീർച്ചയായിട്ടും നമുക്ക് എത്രയോ ബുദ്ധിമുട്ട്. അതാ പറഞ്ഞത്, നമ്മുടെ അവസ്ഥ വീട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും. സോ ഇത് ഡ്രഗ്സ് റിലേറ്റഡ് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ കൂടെ ഇപ്പോൾ ഒരു ട്രോമ വരുന്ന കുറേ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് മുമ്പത്തെ സീസണിൽ സൈക്കാട്രിസ്റ്റാണ് നമുക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫേസ് ഈ ഹെൽത്ത് കെയറിലേക്ക് നമ്മൾ അതിലും ഓക്കെ അപ്പോൾ ബാക്ക് ടു ഇത് പറഞ്ഞു, ഇപ്പോൾ ഡ്രഗ്സ് പറഞ്ഞ്, ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പറഞ്ഞ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തന്നെ കുറേ ഡോക്ടേഴ്സ് വരുന്നുണ്ടോ? നമുക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞു പുറമത്തെ ഡോക്ടേഴ്സ് വരുമ്പോൾ ഈ അക്കോമഡേഷൻ ഫെസിലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് സ്വന്തം ഡോക്ടേഴ്സ് ഉണ്ടായാലും നമുക്ക് ഇത്ര പുറമെ ആശ്രയിക്കണ്ട. കാസർഗോഡ് ഒരുപാട് ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ് ഒരു ഡോക്ടറിൻ്റെ സ്പീച്ച് ഞാൻ കേട്ടു. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ ഇവിടുന്ന് ഡോക്ടർ പാസ് ഔട്ട് ആണ്, എന്നിട്ട് അബ്രോഡ് പോയിട്ട് കാനഡ ലണ്ടനിൽ പോയിട്ട് സെറ്റിൽ ആവാനാണ് ട്രൈ ചെയ്യുന്നത്. സോ അവരെല്ലാം അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ ആരുണ്ടാവും. സോ അങ്ങനെയാണ് ഇപ്പോൾ പോസിബിലിറ്റി അധികം ഇവിടെ ഉള്ളത്. കാസർഗോഡിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടർമാരുണ്ടാവില്ല. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് നല്ല ഓഫേഴ്സ്, നല്ല റെപ്യൂട്ടേഷൻ കിട്ടും, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഓഫർ കിട്ടിയിട്ടും പോകാത്ത, കാസർഗോഡിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയ ജനറേഷൻ ഡോക്ടേഴ്സ് പോലും PG ഒക്കെ കഴിഞ്ഞിറങ്ങിയ ആൾക്കാർ, അല്ലെങ്കിൽ MBBS കഴിഞ്ഞ ആൾക്കാർ പോലും കാസർഗോഡ് വിട്ട് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാടിനെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കണം, ഹെൽത്ത് കെയർ സിസ്റ്റം നല്ലൊരു സെറ്റപ്പ് ആക്കി എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമുക്കറിയാം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മളിങ്ങനെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതെ, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം പുറത്ത് പോയ ആളുകൾ തന്നെ പലരും ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനെ ഇപ്പോൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കണം എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ നല്ല ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി 24/7 എമർജൻസി ഒക്കെ ഉള്ള നല്ല ട്രോമ കെയർ ഒക്കെ ഉള്ള ഒരുപാട് വലിയ ഗ്രൂപ്പുകൾ തന്നെ കാസർഗോഡേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത്രയും കാലം എന്തുകൊണ്ട് വന്നില്ല, ഇപ്പം എന്തുകൊണ്ട് വരുന്നെന്നുള്ളത്. മേ ബി ഈ ഒരു ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയോണ്ടായിരിക്കാം. ആളുകളിപ്പം ഹെൽത്ത് കെയറിലേക്ക് കണ്ടമാനം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് കൂടിയോണ്ടായിരിക്കാം അവരൊക്കെ വരുന്നത്. ഹെൽത്ത് മുമ്പത്തെ ആൾക്കാർ ഭയങ്കര കോൺഷ്യസ് ആണ്, ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അത് ഒരു പോസ്റ്റ് കോവിഡിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കുറെ ഹെൽത്തിനെ കുറിച്ചിട്ട് അറിയാൻ യൂത്തിന്റെ ഇടയിൽ വളരെയധികം കൂടി. ഈ ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറയുന്നത് കാരണം ഇത് ഒരുപാട് വെൽനസ് സെന്റേഴ്സ് തന്നെ കാസർഗോഡ് വന്നിട്ടുണ്ട്. ആളുകൾ ഭയങ്കര കാസർഗോഡ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. കാസർഗോഡ് നമ്മുടെ നാട്ടിലെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര കോൺഷ്യസ് ആണ് ഇവിടെ ആൾക്കാർ. അപ്പോൾ ഈ പറഞ്ഞ എത്ര സ്റ്റാർട്ടപ്പുകളുണ്ട് കാസർഗോഡ് നിന്ന് തന്നെ വന്നേക്കുന്ന സ്റ്റാർട്ടപ്പുകളുണ്ട്, ഈ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. പുതിയൊരു മാറ്റത്തിന് തുടക്കമാണത്. ഇതൊരു നല്ല ചേഞ്ചസ് ആയിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഇത് വരും. ഇപ്പോൾ ഇത്ര ഡോക്ടർ കുറേ സിറ്റീസിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് സെക്ടർ ഹെൽത്ത് മേഖലയിലുള്ള ഏത് സിറ്റിയാണ്? കാലിക്കറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. കൊച്ചിയിലാണ് കാലിക്കറ്റ് ബെസ്റ്റ് ആണ്. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ സെറ്റപ്പുള്ളൂ. കൊച്ചി നോക്കുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള വേറെ തന്നെ സ്റ്റൈൽ ഓഫ് ഇതാണ്. ട്രിവാൻഡ്രം ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ റിയാസിന്റെ ഒപ്പീനിയനിൽ കാലിക്കറ്റിലാണ് ബെസ്റ്റ്. കാരണം ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേക്കുന്നത് കാലിക്കറ്റാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ അറിയാം, എന്നാലും കാലിക്കറ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ നമ്പേഴ്സ് കൂടുതലുള്ളത് കാലിക്കറ്റാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കോളേജസ്, പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കൂടുതലൊക്കെ ഉള്ളത് കാലിക്കറ്റ് തന്നെയാണ്. പിന്നെ അവിടുത്തെ ആ ഡെമോഗ്രഫി അങ്ങനെയാണ്, പോപ്പുലേഷൻ ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് അത്രയും ഒരു പോപ്പുലേഷൻ ഡെവലപ്മെന്റ് വന്നിട്ടില്ല. മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഈ മറ്റേ താജും
ലളിതമൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത്രയും ഡെവലപ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ നല്ല ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറൊന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഫിയാസ് ഡോക്ടറിന് കാലിക്കറ്റിൽ വന്ന് 3 വർഷത്തോടെ എൻ്റെ ഒരു അറിവിൽ അധികം ആൾക്കാർക്ക് ഈ ഫേസ് ഇപ്പോൾ റെക്കഗ്നൈസ് ആണ്. കാരണം അവർ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു പേഷ്യൻറ്റും ഡോക്ടറിൻ്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇമ്പോർട്ടൻസ് വെച്ചാൽ എപ്പോഴും അതൊരു പേഷ്യൻ്റ് ഒരു ഫസ്റ്റ് ടൈം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറും ആ പേഷ്യൻറ്റും തമ്മിലൊരു വല്ലാത്തൊരു ബോണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിയാസ് ഡോക്ടറിന് ഞാൻ പറഞ്ഞില്ല, നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും ഫിയാസ് ഡോക്ടറിന് ഇന്ന് വരുന്ന മുമ്പേ അറിയാം. ഇവരെല്ലാം ഇവിടുത്തെ ആൾക്കാർക്കും 3 വർഷത്തിൽ ഓൾമോസ്റ്റ് കാസർഗോഡ് അധിക പേർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിന് മെയിൻ എക്സാമ്പിൾ അല്ലെങ്കിൽ ഫിയാസ് ഡോക്ടർ ക്യാരി ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പേഷ്യൻ്റ് ആയിക്കോട്ടെ, ബൈസ്റ്റാൻഡേഴ്സ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് നമ്മളെപ്പോഴും ഒരു രോഗി എന്നുള്ളപരി അവർ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മളെപ്പോഴും കരുതണം. അവർക്കെപ്പോഴും നമ്മളെ അപ്രോച്ചബിൾ ആയിരിക്കണം. കാരണം നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? അവരൊരു വിഷമഘട്ടത്തിനാണ് നമ്മൾ വിളിക്കുന്നത്. ചില ആൾക്കാർ ഒരു അസുഖത്തിന് വേണ്ടി വിളിച്ച് ആ റിലേഷൻഷിപ്പ് നല്ലതായി കഴിഞ്ഞാൽ അവരവരുടെ പേഴ്സണൽ ഫാമിലി ഇപ്പോൾ ഫംഗ്ഷൻസിന് പോലും നമ്മളെ വിളിക്കുന്നുണ്ട്. അതാ ആളുകളായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുന്നു, നല്ല രീതിയിൽ നിലനിർത്തുന്നതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞില്ല കുറച്ച് ഡോക്ടേഴ്സ് അത്രത്തോളം ചിലപ്പോൾ വർക്ക് പ്രഷർ കാരണമായിരിക്കും സ്റ്റൈൽ ഓഫ് ഡോക്ടേഴ്സ് എല്ലാവരും ആ ഒരു സ്റ്റൈലിലാണ് എപ്പോഴും ചില ആൾക്കാർ അങ്ങനെ ആയി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ്സും അവരുടെ പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ആയി പോകുന്നത്. അതേസമയത്ത് ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളായിട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇതാണ്. കാരണം വെച്ചാൽ ഒരു പേഷ്യൻ്റ് അത് ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചില ആളുകൾ പറയേ ഈ മീൻസ് ഡോക്ടർ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അസുഖം മാറി എന്ന് പറയും. അതിനെ കുറിച്ചല്ല, മറ്റു ഡോക്ടർ പൊതുവെ പറയുന്നൊരു ഇതുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിക്ക് ആ ഡോക്ടറോട് അടുത്ത് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അവിടെ നിന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മരുന്നൊന്നുമില്ലേ, ഡോക്ടർ സംസാരിച്ചാൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴും അതാണ്. ആ ഡോക്ടറും പേഷ്യന്റും തമ്മിലൊരു ബോണ്ട് വലിയൊരു ഇതാണ്. ആ ഒരു ബന്ധം വളരെ വലിയൊരു ബന്ധമാണത്. കാരണം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിലധികം പാനിക് ആയാലും മൂവ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ ഒരു കാർനെസ് കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഡോക്ടർ മാത്രമല്ല, അതൊരു ടീം വർക്ക്. ഹോസ്പിറ്റലിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ഡോക്ടർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റിനെ കാണുന്നു, മരുന്ന് എഴുതുന്നു. പക്ഷെ അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ബാക്കി എൻ്റെ പേഷ്യന്റിന്റെ മൊത്തം കാര്യങ്ങൾ അവിടെ നേഴ്സ് ഉണ്ട്, അവിടുത്തെ ഇപ്പൊ ഫ്രണ്ട് ഓഫീസർ തൊട്ട് ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ ഇൻവോൾവ് ആണ്. ക്ലിനിക്സ് സ്റ്റാഫ് ഉണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ഇവരെല്ലാരും കൂടി സ്പോട്ടിൽ ആകുന്നുണ്ട്. പക്ഷെ പുറമെ നോക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഡോക്ടറും നേഴ്സും എന്നേ ഉള്ളൂ. പക്ഷെ ഇൻഡയറക്ട്ലി ഇതിനകത്ത് ഇവരെല്ലാം ഇൻവോൾവ് ആണ്. അതാണ് ഹോസ്പിറ്റലിലെ ഒരു ക്ലിനിക്കിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഇപ്പം നമുക്ക് വന്ന് പല ഹോസ്പിറ്റലിൽ നമുക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി നോക്കിയപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഫുള്ള് ചോക്ലേറ്റുമായിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവരൊരു സന്തോഷം പങ്കിടുന്നതാണ്. അപ്പോൾ അവർക്കറിയാം, അവരും മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം ഇവരുടെ കൂടെ ഉണ്ട്. ഇപ്പം റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാൻ വരുന്ന അറ്റൻഡർ ഉണ്ടാവും, മരുന്ന് കൊടുക്കാൻ വരുന്ന ഫാർമസിസ്റ്റ് ഉണ്ടാവും, ബ്ലഡ് എടുക്കാൻ വരുന്ന ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാവണമെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു റിലേഷന് എപ്പോഴെങ്കിലും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ടോ? കാരണം എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആരും അങ്ങനെ ഇതുവരെ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകൾ ഞാനിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ പോലും മറ്റൊരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് ആൾക്കാർ വിളിച്ച് അഭിപ്രായം ചോദിക്കും. നമ്മൾ പറയും അവിടെ അങ്ങനെ ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറയും. കണക്ട് ആവാത്ത കുറെ ഡോക്ടേഴ്സ് ചിലപ്പോ കണക്ട് ആവാത്തെന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയായിരിക്കും ഫിയാസിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ചില സമയത്ത് നമ്മൾ വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മൾ വർക്കിന്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മൾ എപ്പോഴും റിട്ടേൺ തിരിച്ച് വിളിക്കും. ചിലപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കലുണ്ട്. അതിപ്പോ എനിക്ക് മാത്രമല്ല, എല്ലാവരും. ഇപ്പൊ നമ്മൾ ഇത്രയെല്ലാം സംസാരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ യൂത്ത് എടുക്കുമ്പോ ഭയങ്കര ഹെൽത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊരു നല്ല പോസിറ്റീവ് സൈൻ അല്ല നമുക്ക്. അതെ അതെ,
നല്ലൊരു ഇതാണ്. കാരണം ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണ് ആളുകൾ ഇപ്പോൾ വർക്കൗട്ട് ജിമ്മിൽ പോലും പോകുന്നത്. ജിമ്മിൽ പോലും പോകുന്ന പണ്ടൊക്കെ ബോഡി ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പം ബോഡി ബിൽഡിംഗ് അല്ല, ഒരു ഹെൽത്ത് ബിൽഡിംഗ് എന്നുള്ള ശരീരത്തിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അവരുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ യൂത്തും എല്ലാം നോക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂത്ത്, നിങ്ങൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് യൂത്ത് അങ്ങനെയാണ് നോക്കുന്നത്. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോഴും അവർ ഇത്ര കലോറി ബേൺ ഔട്ട് ആവുന്നു, ഇത്ര കലോറി കഴിക്കുന്നു, അങ്ങനത്തെ കുറേ ഒരു പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ പോകുന്നത് തന്നെ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പറ്റില്ല എന്നാൽ ഇപ്പോൾ ഭയങ്കര പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സ് പാനിക് ആയാലും അത് ഡോക്ടറിന് ഒരു പ്രഷറായിട്ട് മാറിയില്ല. തീർച്ചയായിട്ടും. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു രോഗിയെ കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. കാരണം നമുക്കത് ചിലപ്പോൾ കൺവേ ചെയ്യാനും പറ്റില്ല. അപ്പോഴാണ് പ്രശ്നം. അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണ്, ബൈസ്റ്റാൻഡേഴ്സ് ഇഷ്യൂസ് ഉണ്ടാകുന്നവരാണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ 1-2 ആൾക്കാർ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ ആദ്യം ഡോക്ടറോട് സംസാരിച്ച ആളുകൾ പറഞ്ഞു കൊടുക്കണം. ഈ ഒരു കൂട്ടമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ചെയ്യാത്ത, നിങ്ങളെന്താന്ന് പറയാതെന്ന് ചോദിക്കും. അവരുടെ ഇമോഷണൽ ഫീലിങ്സ് അവർ റിയാക്ട് ചെയ്യുന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഡോക്ടർ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും, നമ്മളിവരെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഡോക്ടർ നേഴ്സൊക്കെ. പക്ഷേ ഇവരുടെ ഈ റിയാക്ഷൻ കാരണം നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ പേഷ്യന്റ് മരിച്ചു പോയേക്കാം. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ടോ നിങ്ങളൊന്നും നോക്കാനായിട്ടല്ലേ പേഷ്യന്റ് മരിച്ചു പോയത്, അല്ലെങ്കിൽ പേഷ്യന്റ് അതിൽ സിക്കായത് നിങ്ങൾ നോക്കാനായിട്ടല്ലേ. നമുക്കത് ചെയ്യാനുള്ള സമയം അവസരം അവർ തരുന്നില്ല. നമുക്ക് പല അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കാഷ്വാലിറ്റി എമർജൻസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവര് നോക്കുന്നത്, ഇവര് കാണുമ്പോൾ എന്താ നമ്മളൊന്നും ചെയ്യുന്നുമില്ല. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംബന്ധിച്ചോളം ഈ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെന്താണ് ക്യൂരിയോസിറ്റി, എന്തായി എൻ്റെ ആൾക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷനാണ്. നമ്മളെ സംബന്ധിച്ചോളം എന്താ നമുക്കിത് നോക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ആളുകൾ മനസ്സിലാക്കുക തന്നെ വേണം. കാരണം ഇത് ഇവരൊക്കെ നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവരതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കെയർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ള വിശ്വാസം വേണം. ഒരു ഡോക്ടറോട് എപ്പോഴും വേണ്ടത് വിശ്വാസമാണ്, ട്രസ്റ്റാണ് ഏറ്റവും. ഡോക്ടർ എന്നുള്ള ഹോസ്പിറ്റലിനോടും വിശ്വാസം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഞാൻ നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരാളെ കാണുന്നത് ഭയങ്കര പാനിക് ആയിട്ടാണ് വരുന്നത്. നമ്മളൊരു സെക്കൻഡ് തിങ്ക് ചെയ്തു ഡോക്ടർ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പാനിക് നമുക്കൊരു ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഈ ബൈസ്റ്റാൻഡേഴ്സിനോട് അധികം പറയാനുള്ളത് തന്നെ ഒരു ആ ഒരു ഉണ്ടാവും, ഇമോഷൻസ് എല്ലാം ഉണ്ടാവും. കൺട്രോൾ ചെയ്യാനല്ല ഇമോഷൻസ്. ഇത് രണ്ടുപേരും കൺട്രോൾ, അതായത് ഇവര് കൺട്രോൾ ചെയ്യാൻ വേണം, ഡോക്ടറിന്റെ ടീം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. രണ്ടും ഒരുപോലെ നടക്കണം. ഈ പ്രശ്നത്തിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഇത്ര സംസാരിച്ചില്ല, ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാരണം ഈ ഇഷ്യൂസ് വരുന്നതിൻ്റെ വൺ ഓഫ് ദി റീസൺ കമ്മ്യൂണിക്കേഷൻ അല്ല. ഈ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആവാണ്ടുള്ള ഒരു ഇതിൽ വരുന്ന പ്രശ്നമാണല്ലോ. സോ നമുക്കിപ്പോൾ ഇത്രയെല്ലാം സംസാരിച്ചത് ഇത്രയെല്ലാം ടൈം എനിക്ക് കാണുന്നുണ്ട്, കുറേ കോൾസ് വരുന്നുണ്ട്. സോ ഞാനൊരു വിളിച്ചിട്ട് എന്നോട് നോ പറയാത്തതിനും ഞാൻ വിളിച്ച പാടമൊക്കെ നമുക്ക് ചെയ്യാം പോഡ്കാസ്റ്റ്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലവിൽ ഇനി എന്താണ് കാസർഗോഡ് ഒരു മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്ത് ചേഞ്ചസ് ആണ് ഹെൽത്ത് സെക്ടറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്? ഹെൽത്ത് സെക്ടറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസ് വരണം, അവിടെ നല്ല ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് വരണം, അതും അഫോർഡബിൾ കോസ്റ്റിൽ ചെയ്യാനും പറ്റണം. അതാണ് നമ്മളൊരു ആഗ്രഹം. അതാണ് അങ്ങനത്തെ സെറ്റപ്പുകൾ വരണം എന്നുള്ളതാണ്. താമസിക്കാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു നല്ലൊരു ഫ്യൂച്ചർ ബ്രൈറ്റാണ് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഇവിടെ. So thank you so much for coming to our show. Thanks for coming. Okay.